ഒറ്റപ്പാലം നഗരസഭയിൽ കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെ ചൊല്ലി പ്രതിഷേധവും ബഹളവും. ഒറ്റപ്പാലം നഗരസഭയിൽ കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധം. ഇന്ന് രാവിലെ 10:30 മണിക്ക് ജനറൽ കൗൺസിൽ ചേരുമെന്നാണ് സൽക്കർമ്മ എന്ന സാങ്കേതിക സംവിധാനം വഴി കൗൺസിലർമാർക്ക് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നത്. ഇന്നലെ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം മാറ്റിവെച്ചതായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പ് നൽകുകയായിരുന്നു. ടെൻഡർ നടപടികൾ ഉൾപ്പെടെയുള്ള അജണ്ട ഉണ്ട്. എന്ത് കാരണം കൊണ്ട് മാറ്റിവെച്ചതാണ്? അന്നത്തെ പെരുമാറ്റച്ചട്ടം കാരണം കൊണ്ട് മാറ്റിവെച്ചതാണ് അല്ലെ? ഈ പെരുമാറ്റച്ചട്ടം കാരണം കൊണ്ട് 1.5 മാസം നമ്മൾ ഈ ടെൻഡർ നടപടികൾ മാറ്റിവെച്ച് ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് എന്നും ഇത് പറയുന്നത് രാഷ്ട്രീയമായിട്ട് കണക്കൂട്ടിക്കോളും. എപ്പോഴും ഇവിടെ പറയുന്നത് ഞങ്ങളാണ് വികസന വിരോധികൾ, ഞങ്ങളാണ് വികസനം മുടക്കിയിരുന്നത്. ഈ ടെൻഡർ അംഗീകരിക്കാതെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു കാര്യകാരണമില്ലാതെ ഈ കൗൺസിൽ മാറ്റിവെച്ച് ആരാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന വികസനങ്ങൾക്ക് തടയിടുന്നത്? ഇനി ഇത് ഇപ്പൊ റീടെൻഡർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കൗൺസിൽ കൂടാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞ സാഹചര്യവശാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ സമയം 11:24 ചെയർപേഴ്സൺ ഇവിടെ എത്തിയത് ഏകദേശം ഒരു 11 മണിക്കൂർ കൂടി. ചെയർപേഴ്സൺ ഇന്ന് ഇവിടെ എത്തിയത് 11:10 കൂടി ചെയർപേഴ്സൺ ഇവിടെ എത്തി. ഇന്നിപ്പോ ചെയർപേഴ്സൺ ഇത് ഞങ്ങൾ ചോദിക്കാൻ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പറയാൻ പാടില്ല ചെയർപേഴ്സൺ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് പോയോണ്ടാണ് ഇത് മാറ്റിയെന്നുള്ളത്. ചെയർപേഴ്സണ് ചെറിയ ഉത്തരവുണ്ട്. കാരണം ചെയർപേഴ്സൺ ഇവിടെ ഉണ്ട്, പക്ഷെ മറ്റുള്ള ആളുകളെ ഞാൻ പറയുന്നില്ല. അതെന്ത് കാരണമാണെന്ന് നമുക്കറിയാതെ നിങ്ങൾക്ക് മാത്രം അറിയുന്നത്. പക്ഷെ ചെയർപേഴ്സൺ ഇവിടെ ഉണ്ടായിട്ടും ഇന്നത്തെ ഒരു കൗൺസിൽ യോഗം നടത്താൻ ചെയർപേഴ്സൺ മതി. ഞങ്ങൾ ബാക്കി 19 ആളുണ്ടെങ്കിൽ ആ ഭരണസമിതിയിൽ വിട്ട മറ്റു 16 ആളുകൾ 15 പേര് വന്നിരുന്നു. ചെയർപേഴ്സൺ അവിടെ വന്നിരുന്നാൽ ബാക്കി 19 ആളുകൾ ഞങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ചെയർപേഴ്സന്റെ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പലർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. പക്ഷേ ഇതിൽ അതും സംഭവിച്ചില്ല. ചെയർപേഴ്സൺ ഇതാ ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൗൺസിൽ മാറ്റിയത്? നിങ്ങൾക്കറിയാലോ, പല വാർഡുകളിലും തിരിച്ചത് വേറെ ഭാഗത്തു കൂടി വോട്ട് അവർ ചേർത്തത് വേറെ ഭാഗത്തു കൂടി നല്ല വിഷയമാണ്. അപ്പൊ അതൊന്ന് പരിശോധിക്കാനൊരു സമയം കൂടിയുണ്ട്. ഞാൻ ഈ വിഷയം എന്തായിരുന്നു പറഞ്ഞിരുന്നു ജയരാജൻ. ഇന്ന് രാവിലെ പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിലെത്തി യോഗം മാറ്റിവെച്ച സാഹചര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിഷേധം അറിയിക്കുകയായി. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകേണ്ട അവസാന തീയതി നാളെയാണെന്നതിനാൽ തിരക്കുള്ളതിനാലാണ് കൗൺസിൽ യോഗം മാറ്റിവെച്ചതെന്നാണ് ചെയർപേഴ്സൺ നൽകിയ മറുപടിയെന്ന് UDF BJP അംഗങ്ങൾ പറഞ്ഞു. കക്ഷി നേതാക്കൾക്ക് രേഖാമൂലം വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. നിരവധി ടെൻഡർ നടപടികൾ ഉൾപ്പെടെ അംഗീകരിക്കുവാനുള്ള കൗൺസിൽ യോഗമാണ് ഇന്ന് വ്യക്തമായ ഒരു കാരണവുമില്ലാതെ മാറ്റിവെച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. ആയതിനാൽ കക്ഷി നേതാക്കൾക്ക് വിശദീകരണം അധ്യക്ഷ രേഖാമൂലം നൽകണമെന്നും അവരാവശ്യപ്പെട്ടു.